महफिल में कैसे कह दे किसी से. ഹലോ, നമസ്കാരം. ഒരു വല്ലാത്ത ബിഗിനിങ് ആയില്ലേ ഈ റീലിന്. പാട്ടൊക്കെ പാടിയിട്ട് ആ പാട്ടിന് മുമ്പുണ്ടായിരുന്ന ദീർഘനിശ്വാസം ആരെങ്കിലും ശ്രദ്ധിച്ചോന്നറിയില്ല. ഈ മടിയന്മാർക്കും ക്ഷമയില്ലാത്ത ആൾക്കാർക്കും പറ്റിയ പണിയല്ല ബേക്കിംഗ്. എന്ത് ചെയ്യാം, ഇത് രണ്ടും എനിക്ക് വേണ്ടുവോളം ഉണ്ട്. എന്നിട്ടും ഞാൻ ബേക്കിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് ബേക്ക് ചെയ്യാൻ. അത്രയ്ക്കും എന്താ പറയുക, സ്നേഹമാണ്, ഇഷ്ടമാണ്, എന്നെ കംഫർട്ടബിൾ ആക്കുന്നതാണ്, ഹീൽ ചെയ്യുന്നതാണ്. ഇൻ ഷോർട്ട്, ഇതൊരു തെറപ്പി മാതിരിയാണ് എനിക്ക്. എന്നാലും എൻ്റെ സ്വതസിദ്ധമായ ക്ഷമയില്ലായ്മ ഇടയ്ക്കെങ്കിലും കയറി വരാറുണ്ട്. ഇതിപ്പോൾ കഴിഞ്ഞ സാറ്റർഡേ ഉള്ള വർക്കാണ് കേട്ടോ. ഷെറിന് വേണ്ടി ചെയ്തിട്ടുള്ളതാണ്. ആൽമണ്ട് കേക്കാണ് കേട്ടോ, വിത്ത് സ്ട്രോബെറി ടോപ്പിംഗ് ആൻഡ് ഓൾ. അപ്പോൾ അന്നത്തെ ഒരു കാര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ ഭയങ്കര തിരക്കുള്ള ദിവസമാണ്. ഷെറിൻ തലേദിവസം വൈകുന്നേരമാണ് എന്നോട് ഈ കേക്കിനെ പറ്റി പറയണത്. എനിക്കൊരു ഗ്യാപ്പ് കിട്ടാൻ ഒരു വഴിയില്ല. പക്ഷേ ഞാനും ഷെറിൻ്റെ ഫാമിലിയും തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ കുറേ കാലങ്ങളായിട്ടുള്ളതാണ്. അത് കണക്ട് ചെയ്ത് പല അവരുടെ തന്നെ റിലേറ്റീവ്സൊക്കെ ആയിട്ട് ഒരു കണക്ഷൻ ഉണ്ടായിട്ടുണ്ട് ത്രൂ കേക്ക്സ്. ഒരുപാട് കേക്ക്സ് ഞാൻ ഷെറിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് തൊട്ട് മുമ്പത്തെ ഒരു തവണ എന്നോട് ചോദിച്ചപ്പം എനിക്ക് തിരക്കായിട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു ഷെറിൻ ചോദിച്ചിട്ട് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത്. അപ്പോൾ ഇത്തവണ ഞാൻ വിചാരിച്ചു എങ്ങനെയെങ്കിലും ഷെറിന് വേണ്ടി കേക്ക് ചെയ്തേ പറ്റുള്ളൂ. അങ്ങനെ ഞാനൊരു സമയമൊക്കെ ഉണ്ടാക്കി രാത്രി തന്നെ കേക്ക് ബേക്ക് ചെയ്ത് വെച്ചു. ഓക്കെ, ഇത് ഡിമോൾഡ് ചെയ്തത് രാവിലെയാണ്. അപ്പോൾ നന്നായിട്ട് തണുത്ത കേക്കാണ്. പക്ഷെ എന്നാലും എവിടെയോ എന്തോ കാര്യം കൊണ്ട് ഇത് ഞാനൊന്ന് തട്ടിക്കൊടുത്തപ്പോഴത്തേക്കും പൊട്ടിപ്പൊളിഞ്ഞാണ് പുറത്തേക്ക് വന്നത്. എന്ത് ചെയ്യാൻ പറ്റും, സമയമില്ലേ രണ്ടാമതൊന്ന് ചെയ്യാൻ വേണ്ടിയിട്ട്. ആകെ പകച്ചുപോയ സമയത്ത് ഒരു ദീർഘനിശ്വാസവും അതിൻ്റെ പിന്നാലെ ഒരു പാട്ടുമാണ് വന്നത്. ഇത് ഞാൻ എഡിറ്റ് ചെയ്യുമ്പോഴാട്ടോ ഇത് രണ്ടും കേൾക്കണത്. എനിക്ക് തന്നെ ചിരി വന്നു എൻ്റെ അവസ്ഥ ആലോചിച്ചിട്ട്. ഞാൻ അതാണ് ഇതിൻ്റെ മുമ്പിൽ അത് ആഡ് ചെയ്തേട്ടോ. പിന്നെ എന്താണെങ്കിലും ഇത് ഷെറിന് വേണ്ടിയിട്ടുള്ള കേക്കാണല്ലോ എന്നുള്ളതാണ് ധൈര്യം. അപ്പം ഞാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഷെറിനോട് അത് പറഞ്ഞു, ഇങ്ങനെയൊക്കെ സംഭവിച്ചു, അത് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഷെറിൻ പറഞ്ഞു അതിനെന്താ, എനിക്ക് വേണ്ടിയിട്ടല്ലേ, അതൊന്നും ഒരു പ്രശ്നമില്ല എന്ന്. അങ്ങനെ ഷെറിൻ്റെ ഫാദറിൻ്റെ ബർത്ത്ഡേക്ക് ചെയ്തിട്ടുള്ള ആൽമണ്ട് കേക്ക് വിത്ത് സ്ട്രോബെറി ടോപ്പിംഗ് അതാണ് കേട്ടോ ഇത്. അന്നത്തെ അത്രയും വർക്ക്സ് ഒക്കെ തീർത്തിട്ട് എല്ലാം ഊബറിലും പോർട്ടറിലൊക്കെ അയക്കാനുള്ളതെല്ലാം സെറ്റ് ചെയ്ത ശേഷം നമുക്ക് 5 മണിയാകുമ്പോഴത്തേക്കും നമ്മുടെ ഫോറത്തിലെത്താനുള്ളതാണ്. കാരണം വിസ്മയുടെ മൂവിക്ക് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. മിക്കപ്പോഴും എൻ്റെ വീക്കെൻഡ്സ് ഇങ്ങനെയാണ്, ഒരു 3 ദിവസം തകൃതിയായ പണിയായിരിക്കും. അതായത് സാറ്റർഡേ വൈകുന്നേരം ഒരു മൂവി. ഈ മൂവി എന്നുള്ള ഒറ്റൊരു എക്സൈറ്റ്മെൻറ്റിൽ ഈ 3 ദിവസത്തെ ഈ ജോലിയുടെ ക്ഷീണമൊന്നും ഞാൻ അറിയാറേയില്ല. പിന്നെ തിയേറ്ററിൽ പോയിട്ട് ആ ഒരു സ്ക്രീനിൻ്റെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്തൊരു റിലാക്സേഷനാണെന്നറിയോ. ഇത് എന്നത് തെറാപ്പി കേട്ടോ എന്നെ സംബന്ധിച്ച്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ.